താങ്കൾ ഗുണ്ടുകാട് സാബു എന്നുള്ളൊരു പേര് താങ്കൾക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അല്ല, ഇതൊരു ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് വേണ്ട, സിനിമയെ പറ്റി ചോദിക്കാനല്ലേ വിളിച്ചോളൂ. പിന്നെ അത് ചോദിച്ചാൽ പോരെ. ഓക്കെ. അല്ല, എന്നെ പെട്ടെന്നാണ് വിളിച്ചത്. അതുമല്ല, വേറൊരു ലേഡി ആക്ട്രസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അയാളെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് എടുത്ത് ഇയാളുമായിട്ട് ശരിയായി പോവില്ല. നല്ല മൈൻഡ് കൂളായിട്ടാണ് ഇവിടെ വന്നത്. ഈ ഇന്റർവ്യൂ തുടങ്ങിയതോടെ കംപ്ലീറ്റ് പോയില്ലേ? അത്ര അരോചകമായിട്ട് തോന്നി വെക്കന്നെ. തീർച്ചയായിട്ടും ചിരി എന്ത് അർത്ഥത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദ്യങ്ങൾ കേട്ട ചിരിച്ചു, അതുകൊണ്ട് ചിരിച്ചാണ്. സന്തോഷത്തോടുള്ള ചിരിയാണോ? കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. എന്നെ നക്ഷത്രം ചതയം എന്ത് ചെയ്യാൻ ചെയ്യാറുണ്ട്. ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ഭൂതകാല അനുഭവങ്ങളുണ്ട്. ഈ കാലഘട്ടത്തിലുള്ള കാര്യം ചോദിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പഴയ സാബുവിനെ പറ്റി ചോദിക്കേണ്ട കാര്യം എന്താണ്? പഴയ സാബുവിനെ പറ്റിയുള്ള ഇന്റർവ്യൂ വേണമെങ്കിൽ നമുക്കിത് നിർത്താം. സിനിമ നിർത്തിയിട്ട് പഴയ കാര്യങ്ങൾ സംസാരിക്കാം. അതിന് ഈ സ്റ്റുഡിയോ മതിയാവില്ല. നിനക്ക് എന്തൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞു. ഷൂട്ട് കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞു, അതുകൊണ്ടല്ലേ പറയാൻ വിചാരിച്ചു. ക്യാമറ എല്ലാം കഴിഞ്ഞല്ലോ. നിനക്ക് എന്താണെന്ന് അറിയണം. ഇല്ല, ഒന്നുമില്ല, കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു. എവിടെ നിർത്തിയത്? എല്ലാവർക്കും നമസ്കാരം. ലെറ്റ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി മലയാള TV രംഗത്തും സിനിമാ രംഗത്തും ഉദിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരോദയമാണ്. സ്വാഗതം ചെയ്യാം നല്ലൊരു കയ്യടിയോടെ ഷാബു പ്രൗദി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പരിവാർ എന്ന ചിത്രത്തിൻ്റെ ഇപ്പോൾ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ആ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്? പരിവാറിന്റെ വർക്ക് കഴിഞ്ഞാൽ മാത്രമല്ല, അത് റിലീസായല്ലോ. റിലീസായി ഒരു നല്ലൊരു ഫാമിലി എന്റർടൈനർ മൂവിയായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ ഏകദേശം ഒരു മാസത്തോളം അത് കാണിച്ചായിരുന്നു. ആരൊക്കെയാണ് പ്രധാന താരങ്ങൾ? അതിൽ ഇന്ദ്രൻ ചേട്ടൻ, ജഗദീഷ് ചേട്ടൻ, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ ഞാനും, അതുപോലെ ഒത്തിരി ചെറിയ ചെറിയ വേഷങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഒത്തിരി പേര്, ഉണ്ണിമായ, പിന്നെ ഷൈനി വിജയൻ, ഹിൽഡ, അങ്ങനെ ഉള്ള അവരെല്ലാവരും നേരത്തെ അഭിനയിച്ചിട്ടുള്ളവരാണ്. പിന്നെ നമ്മളെ ഫാലിമിയിലുള്ള മീനാരാജ് ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളി നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള അഭിപ്രായം? നമ്മളല്ലല്ലോ അഭിപ്രായം പറയേണ്ട, ജനങ്ങളല്ലേ. പിന്നെ എന്നാലും നമ്മളെല്ലാവരും നമ്മൾ ചോദിക്കുമ്പോൾ അവർക്കെല്ലാം ഈ വയലൻസ് ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലി എന്റർടൈനർ മൂവി എന്നുള്ള രീതിയിൽ ഫാമിലി ആരൊക്കെ പോയാലും അവർക്ക് മക്കളടുത്തിരുന്നാലും കൊച്ചു പിള്ളേരിരുന്നാലും അതിൽ തെറ്റായ വാക്കുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു മൂവിയായിട്ട് തോന്നിയിട്ടുണ്ട്. കോമഡി റോളാണോ ചേട്ടൻ? എല്ലാവരും കോമഡിയാണ് അതിൽ. ചേട്ടാ ത്രൂട്ട് കോമഡി വേഷം ആദ്യമായിട്ടാണോ അവതരിപ്പിക്കുന്നത്? സിനിമയിൽ ആദ്യമായിട്ടാണോ? പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് കൗമുദി ചാനലിൽ അലിയൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സിറ്റ്കോം. അത് ഫുൾ കോമഡിയാണ്. അതിൽ ഒരു ഏകദേശം 2 വർഷത്തോളം ഞാൻ ചെയ്യുന്നുണ്ട്. അതെനിക്കിതിൽ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. മസിൽ പിടിക്കാതെ നമുക്ക് ഈസി ആയിട്ട് അഭിനയിക്കാൻ പറ്റി. ചേട്ടന് ശരിക്കും അവതരിപ്പിക്കാൻ ഇഷ്ടം കോമഡി ടൈപ്പ് ക്യാരക്ടറാണല്ലേ? അങ്ങനെ ഇന്ന ക്യാരക്ടർ അങ്ങനെയല്ല. നമുക്ക് ഒരു സിനിമയിൽ ഒരു സ്പേസ് കിട്ടണം. നമ്മൾ ചെയ്യുന്നത് ആൾക്കാർ കാണുമ്പോൾ ഇന്ന ആളതിൽ അഭിനയിച്ച് പുള്ളി കൊള്ളായിരുന്നു എന്ന് പറയാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നാളെ ഞാൻ എന്നെ പടത്തിൽ അഭിനയിച്ച അതിൽ ഏത് സീനായിരുന്നു എന്ന് ചോദിച്ചാൽ പോയി. അപ്പൊ നമുക്ക് അവർ ശ്രദ്ധിക്കുന്ന ഒരു ഏത് സ്പേസ് കിട്ടിയാലും അതിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യത കാണും. അങ്ങനെ ചിന്തയുള്ളൂ. അലയൻസിലൂടെയാണ് കോമഡി ഇതിലോട്ട് വരുന്നത്. ചേട്ടന് ഒരു കോമഡി കഥാപാത്രം ചെയ്യാൻ പറ്റുമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആരാണ്? കോമഡി കഥാപാത്രം ചെയ്യാൻ ആദ്യമായിട്ട് അങ്ങനെ ആരും പറഞ്ഞില്ല. എന്നാലും വിളിച്ചത് എൻ്റെ ഫ്രണ്ടാണ് രാജേഷ് തലച്ചിറ, എൻ്റെ ഡയറക്ടർ. പുള്ളിക്കാരനും പിന്നെ ശ്യാം എല്ലാം കൺട്രോളായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കോമഡിയൊന്നുമില്ല അല്ലാത്തത്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നവർക്ക് ഉള്ളിലൊരു വിശ്വാസം കാണും. അതുകൊണ്ടായിരിക്കും വിളിച്ചത്. അപ്പോൾ എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ചേട്ടന് ശരിക്കും സീരിയസ് കഥാപാത്രമാണോ അതോ കോമഡി കഥാപാത്രമാണോ കൂടുതൽ ചെയ്യാൻ? നേരത്തെ പറഞ്ഞല്ലോ, ചെയ്യാൻ എളുപ്പം എന്ന് പറയുന്നത് സീരിയസ് കഥാപാത്രമാണ്. കോമഡി ഇച്ചിരി പാടാണ്. എങ്ങനെയാണ് ഈ രംഗത്തോട്ട് കടന്നു വരുന്നത്?
രംഗത്ത് കടന്നൊന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു നമുക്ക് ഈ കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ടച്ച് ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റാണ്, സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് അച്ഛനും ഇതിൽ പങ്കെടുക്കും. അപ്പോൾ ഇവിടെ ഈ ക്ലബ്ബുകൾ ഉണ്ട് അവിടെ ഞങ്ങളെ നാട്ടിൽ. അപ്പോൾ ഇവരുടെ എല്ലാം പ്രോഗ്രാംസിന് റിഹേഴ്സൽ നടത്തുന്നതെല്ലാം ഞങ്ങളെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു വലിയ ഷെഡ് കെട്ടിയിട്ട്, അത് സ്ഥിരമായിട്ട് ഉള്ളൊരു ഷെഡാണ്. അവിടെ തന്നെയാണ് അവരുടെ പാട്ട്, ഈ നാടകം, ഇതിൻ്റെ എല്ലാം റിഹേഴ്സൽ. നമ്മൾ ചെറുതിലെ ഇത് കണ്ടു വളർന്നതാണ്. ഒരു സിനിമാ നടനാവണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത് എപ്പോൾ മുതലായിരുന്നു? സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹമല്ല, അങ്ങനെ സിനിമയിലോട്ട് എത്തിപ്പെട്ടതാണ് പിന്നീട്. അപ്പോൾ ആദ്യം ചെയ്തത് എൻ്റെ ഫ്രണ്ട് അഖിലേഷിൻ്റെ സീരിയലിലാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ആദ്യം അങ്ങനെ ചെയ്തു എന്നപ്പോൾ നമുക്ക് തോന്നിയില്ല, നമുക്ക് എന്ത് ചെയ്താലും അതിൻ്റെ പീക്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് എന്താണ് അതിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ നമുക്ക് അതില്ല, അടുത്ത സിനിമയാണ് നമുക്ക് ചെയ്താൽ കുറച്ചുകൂടി നമുക്ക് വലിയ സ്പേസ് ആണല്ലോ, വലിയ ക്യാൻവാസ് ആണല്ലോ സിനിമ എന്ന് പറയുമ്പോൾ. മറ്റത് ഒരു ചെറിയ ഇതിനകത്ത് ഒതുങ്ങുന്നതാണ്. അപ്പോൾ അതിലോട്ട് പോകണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെയാണ് രാജീവ് രവി എൻ്റെ ഫ്രണ്ടാണ്, സിനിമയിൽ വരുന്ന മുമ്പേ ഫ്രണ്ടാണ്. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ് അത്. ആ പുള്ളി ഫസ്റ്റ് സംവിധാനം ചെയ്തതാണ്. പുള്ളി ഒരു ക്യാമറമാനാണ്. പക്ഷേ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടമാണ് ഉണ്ടായിരുന്നത്, ഞാൻ സ്റ്റീവ് ലോപ്പസ്. അത് ഈ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കഥ, തിരുവനന്തപുരത്തിൻ്റെ ലോക്കൽ ഏരിയകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുടെ ഒരു കഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാംഗ്വേജ് രാജീവ് എറണാകുളത്തുകാരനാണ്, അതിൻ്റെ കൂടെയുള്ള ക്രൂ എല്ലാം എറണാകുളത്തുകാരായിരുന്നു. അപ്പോൾ ലാംഗ്വേജും നമ്മൾ ഇവിടെ നടക്കുന്ന എറണാകുളമായിട്ട് വലിയ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് സ്ക്രിപ്റ്റിൻ്റെ ഒരു കുറേ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ സിനിമയിലോട്ട് വന്നു. ആ സിനിമയിൽ ഒരു ആർട്ടിസ്റ്റ് വരാത്തതുകൊണ്ട് ഒരു എസ്ഐയുടെ ഒരു വേഷം ചെയ്യേണ്ടി വന്നു, ചെറിയൊരു വേഷം. പക്ഷെ അന്ന് ആ ആർട്ടിസ്റ്റ് വരാത്തതുകൊണ്ട് ആ യൂണിഫോം 2-3 പേര് ഇട്ട് നോക്കിയപ്പോൾ ശരിയായില്ല. എനിക്ക് ഇട്ടുമ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു, എനിക്ക് തയ്ച്ചു വെച്ചതുപോലെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ആ സീൻ ചെയ്തു. അപ്പോൾ സിനിമയിലോട്ട് പോകുന്നു. പിന്നെ ആദ്യത്തെ വേഷം തന്നെ എസ് ഐ ആയിരുന്നു. എസ് ഐ ആയിട്ട് എന്ത് തോന്നി ആ ഡ്രസ് ഇട്ടപ്പോൾ? അത് ആ ഡ്രസ്സ് നമ്മൾ ഇപ്പോഴായാലും നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പവർ കയറുമല്ലോ. നമുക്ക് എനിക്ക് തന്നെ പിന്നെ ശബ്ദത്തിനൊരു പവർ ഉണ്ട് ചേട്ടന്. ശബ്ദം അത് പണ്ടേ ഉള്ളതാണ്. ഷമ്മി തിലകന്റെ ഒരു നമ്മളെ നെപ്പോളിയന്റെ ഒരു സൗണ്ട് ആയിട്ട് ഷമ്മിത്തലകന്റെ മോന്റെ ശബ്ദം ഇതിനേക്കാളും ഭയങ്കരമല്ലേ. ഇപ്പൊ ഒരു പൂജയ്ക്ക് നിന്നപ്പോൾ അവിടെ കിടക്കി കളഞ്ഞു പുള്ളി 2 വാക്ക് പറഞ്ഞ. ഇത് പണ്ടേ ശബ്ദമുണ്ട്. ഇനി മറ്റൊരു കാര്യം ചേട്ടാ, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, അതായത് താങ്കൾ ഗുണ്ടുകാട് സാബു എന്നുള്ളൊരു പേര് താങ്കൾക്കുണ്ടെന്ന് എല്ലാവർക്കും അറിയാമോ? ഈ ഗുണ്ടുകാട് സാബു എന്നുള്ള ഒരാൾ അത് വേറെ ആരുമാണ്, എനിക്കറിയില്ല. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അല്ല, ഇതൊരു ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് വേണ്ട, സിനിമയെ പറ്റി ചോദിക്കാനല്ലേ വിളിച്ചോളൂ. പിന്നെ അത് ചോദിച്ചാൽ പോരെ. ഓക്കെ ഓക്കെ. ചേട്ടാ ഇതുവരെ എത്ര ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്? ഒരു 20 സിനിമയോളം ചെയ്തു. 20 സിനിമ. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം, താങ്കളുടെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും കരിയറിന് ഒരു പോസിറ്റീവ് തന്ന കഥാപാത്രം ഏതൊക്കെയാണ്? ഒരു റാണി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ശങ്കർ രാമകൃഷ്ണൻ സാറ് ഡയറക്റ്റ് ചെയ്ത റാണി എന്നൊരു സിനിമയിൽ ഒരു 70 വയസ്സായ ഒരു മൂപ്പൻ്റെ വേഷമാണ് ചെയ്യുന്നത്. അതിൽ ഈ പറഞ്ഞ പോലെ ഇമോഷൻ രംഗങ്ങൾ കൂടുതലുണ്ടായിരുന്നു. നമുക്ക് സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന സാധാ റോളുകൾ ഒന്ന് വിട്ട് നമുക്ക് ഒരുപാട് പൊട്ടിക്കരയാനും അത് കുറച്ച് സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്കതിലുള്ള വിഷമവും പിള്ളേരൊക്കെ മരിച്ചിറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഏങ്ങി കരയുന്ന അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. അതിപ്പോൾ എനിക്കത് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ആ സമയമായപ്പോഴും ഒരു കൈവിട്ടു പോകുമെന്നൊക്കെ ഉള്ള ഒരു കാര്യമുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ നല്ലവണ്ണം ചെയ്യാൻ പറ്റിയെന്ന് എനിക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെല്ലാവരും കണ്ടിട്ട്. ആത്മസഹോ എങ്ങനെ? അപ്പോൾ ആത്മസഹോ ഇയാൾ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യണത്? അല്ല, എന്നോട് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന റാണി എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ ആത്മസഹോ എന്ന് പറഞ്ഞ പടം ഞാൻ അഭിനയിച്ചിട്ട് പോലും ഇല്ലാത്ത പടത്തെ പറ്റി എന്തിനാണ് വെറുതെ ചോദിക്കണം? അല്ല, ഞാൻ ഇത് ശരിയാവില്ല കേട്ടോ. അല്ല ചേട്ടാ, ഞാൻ ശരിക്കും എൻ്റെ അടുത്ത് വേറൊരു ലേഡി ആക്ട്രസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ചേട്ടനാണെന്ന് അറിയില്ല. ഇവിടെ വന്നപ്പോൾ ലേഡിയായിട്ട് തോന്നുന്നില്ല. അല്ല, അവര് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് എന്റെ എക്സൈറ്റ്മെന്റ് ഞാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇയാളെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും കൊണ്ട് എടുത്ത് ഇയാളുമായിട്ട് ശരിയായി പോവില്ല. നിങ്ങൾ കളിയാക്കാൻ വിളിച്ചാ? അല്ലല്ല, പിന്നെ അല്ല, ഞാൻ നേരത്തെ ചേട്ടന്റെ പേര് ഗുണ്ടുകാട് സാബു. സിനിമയെ പറ്റി എന്താണെന്ന് ചോദിക്കാം. സിനിമയിലുള്ള ജീവിതം, സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു, അതിനെങ്ങനെയാണ് സാധ്യത ഞാൻ ചോദിച്ചു. ഇനി ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ചോദിച്ചു. ഇനിയുള്ള പ്രോജക്റ്റുകൾ ചോദിക്കാം. ചോദിക്കും.
ചേട്ടൻ ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് ഇതായി പോകും, നമ്മളുടെ ഒരു കോൺസെൻട്രേഷൻ പോകും. നിങ്ങൾ വെറും മന്ദബുദ്ധിയെ പോലെ ഇരുന്ന ഞാൻ അഭിനയിക്കാത്ത സിനിമയുടെ പേര് ചോദിച്ചാൽ ഞാനെന്ത് ചെയ്യും? അതൊരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ സാധനത്തിന്. നേരത്തെ അതൊക്കെ തയ്യാറായി വരണം. നിങ്ങൾക്ക് ഇത് എഴുതുന്ന അല്ല, എന്നെ പെട്ടെന്നാണ് വിളിച്ചത്. അതുമല്ല, വേറൊരു ലേഡി ആക്ട്രസ് ആണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ശരിക്കും എനിക്ക് ചേട്ടൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ തന്നെ പേടിയാണ്, പിന്നെ ക്യാമറയുടെ മുമ്പിലായതുകൊണ്ടാണ്. ചേട്ടാ, ഞാനിനി വളരെ പേഴ്സണൽ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, അതായത് ഈ സിനിമയിൽ വന്നതിന് ശേഷം ചേട്ടൻ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? പഴയ ഒരു പേര് വെച്ച്. പഴയ പേരെന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടും എൻ്റെ പേര് ഷാബു പ്രൗദീൻ എന്നാണ്, ഇപ്പോഴും എൻ്റെ പേര് ഷാബു പ്രൗദീൻ എന്ന് തന്നെയാണ്. പക്ഷെ നമ്മളെ പേര് വെച്ച് ബഹുമാനം അല്ലാതെ നമ്മളെ പയ്യന്മാർക്കിടയിൽ ചേട്ടൻ ഒരു ഉണ്ടോ? അങ്ങനെ ഒരു പേരുണ്ട്. ഇയാൾക്കുണ്ടോ ബഹുമാനം? എനിക്കുണ്ട് ബഹുമാനം. അതാണ് ഞാനിപ്പം ചേട്ടൻ പറയുന്നത്. അതെ, അങ്ങനെ ഒരു ബഹുമാനം കിട്ടാറുണ്ടോ ലൊക്കേഷനിലൊക്കെ? ലൊക്കേഷനിൽ ഞാൻ ആർട്ടിസ്റ്റായിട്ടാണ് പോകുന്നത്. അവിടെ ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണ്. ഒരു ആൾക്ക് അയാൾ ഇന്നതായിരുന്നു എന്നുള്ളതല്ല, അവിടെ അതെല്ലാം ഉദ്യോഗസ്ഥന്മാർ വരുന്നു. ആ ഉദ്യോഗ പവറോ അല്ലെങ്കിൽ അയാൾ എന്തായിരുന്നു ഇങ്ങനെയുള്ള റെസ്പെക്റ്റ് ഒന്നുമല്ല അവിടെ പറയുന്നത്. അവിടെ വരുന്ന ആൾക്ക് അയാൾ ആർട്ടിസ്റ്റാണോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനമുണ്ട്. അത് എല്ലായിടത്തും എല്ലാവർക്കും കിട്ടും. ഓക്കെ ഓക്കെ. ചേട്ടാ, ഇപ്പോൾ ഒരു സിനിമയിൽ ചേട്ടനെ നായകനായിട്ട് കാസ്റ്റ് ചെയ്തെന്ന് വെക്കുക, അപ്പോൾ അവർ അനൗൺസ് ചെയ്തു, ഒഫീഷ്യലി അനൗൺസ് ചെയ്തു. എന്നോട് ചോദിക്കാതെ അല്ല, ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടനും സന്തോഷമായി, ചേട്ടനും പോസ്റ്റ് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് നായക സ്ഥാനത്ത് നിന്ന് ചേട്ടൻ അങ്ങ് മാറ്റി, ഒരു കാരണവുമില്ലാതെ. അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ എന്തായിരിക്കും ചേട്ടൻ്റെ റിയാക്ഷൻ? പഴയ ഒരു സാബു ഉണരും. അല്ല, ഒരു കാരണമില്ലാതെയാണ് ചേട്ടൻ മാറ്റിയത്. നിങ്ങൾ ഈ സിനിമ കാര്യം, ഈ കാലഘട്ടത്തിലുള്ള കാര്യം ചോദിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പഴയ സാബുവിനെ പറ്റി ചോദിക്കേണ്ട കാര്യം എന്താണ്? പഴയ സാബുവിനെ പറ്റിയുള്ള ഇന്റർവ്യൂ വേണമെങ്കിൽ നമുക്കിത് നിർത്താം, സിനിമ നിർത്തിയിട്ട് പഴയ കാര്യങ്ങൾ സംസാരിക്കാം. അതിന് ഈ സ്റ്റുഡിയോ മതിയാവില്ല കേട്ടോ. ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന ഭൂതകാല അനുഭവങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ചേട്ടൻ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്ത് പുതിയ മേഖലയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് റെസ്പെക്റ്റ് ആണ് പറഞ്ഞത്? പഴയ ഒരു ഞാൻ IPS കാരനൊന്നും അല്ലായിരുന്നല്ലോ പഴയ റെസ്പെക്ട് ചെയ്യാൻ. നല്ല ഡയലോഗ്സും വേഷമൊക്കെ, അഥവാ ചേട്ടന് അഭിനയിക്കുമ്പോൾ തെറ്റിയാലും ഡയറക്ടർമാര് ഇയാള് സിനിമ എടുക്കണുണ്ടോ? ഇല്ല, എനിക്ക് വേഷവും നല്ല ഡയലോഗുള്ള സിനിമ എടുക്കുക, ഞാൻ വന്ന് അഭിനയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഓഡിഷൻ ചെയ്യും. ഓഡിഷൻ ചെയ്യുമ്പോൾ അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ അഭിനയിച്ച പോലെ. അല്ല, ഞാൻ മെയിനായിട്ട് പറഞ്ഞു തന്നത്, നമ്മളിപ്പോ സാധാരണ അഭിനയിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് ഡയലോഗ്സ് തെറ്റുമ്പോൾ എടുക്കുന്നുണ്ട്. ഇയാൾ അഭിനയിക്കുന്നുണ്ടോ? താല്പര്യമുണ്ട്. നോക്കാം. നമ്മൾ സാധാരണ അഭിനയിക്കുമ്പോൾ ഡയലോഗ്സ് ഒക്കെ തെറ്റിയാൽ ഡയറക്ടർമാർ വഴക്ക് പറയും. അപ്പോൾ ചേട്ടൻ ഡയലോഗ് തെറ്റിച്ചാൽ ഡയറക്ടർമാരങ്ങനെ വഴക്ക് പറയാനുള്ള സാധ്യത കുറവാണല്ലേ? ഞാൻ തെറ്റിക്കാറില്ല. വഴക്ക് പറയേണ്ട ആവശ്യമുള്ളൂ. എന്നാലും എന്തോ ഞാൻ പെർഫെക്റ്റ് ആണ്. അവരെന്താണ് ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്തല്ലേ, പിന്നെ എന്തിനാണ് അവരെ പറയണത്? നീ വന്നെനിക്ക് വഴക്ക് കിട്ടേണ്ടി വരും. പ്രൊഡ്യൂസർമാരൊക്കെ കറക്റ്റ് പേയ്മെന്റ് ചേട്ടൻ ചോദിച്ചു വായിക്കൂ? കാശ് ഇവരോട് കിട്ടാണ്ടോ മേടിച്ചു തരുമോ? ഇല്ല, ഞാനത് ഒരു നമ്മളുടെ ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എങ്ങനെ? അല്ല, ഇങ്ങനെയൊക്കെ ചോദിക്കണമല്ലോ നമുക്ക്. അതാ ഞാൻ ചോദിച്ചത്. കാഷ്വലായിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത്. നിങ്ങള് ഇപ്പൊ കാശ് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എനിക്ക് കാശ് കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിത്തരുമെന്നല്ലേ ഞാനും ചോദിക്കുന്നതാ. വാങ്ങിത്തരാൻ പറ്റുമെന്ന് മേടിച്ചതാ. ചേട്ടാ, ഇത് അടുത്തത് എന്താണ്? ഇതിനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണേ. ഇതിന് ചേട്ടാ, എൻ്റെ അടുത്ത് കാഷ്വൽ ടോക്ക് എന്നാണ് പറഞ്ഞത്. കാഷ്വൽ ടോക്ക് എന്ന് ആര് പറഞ്ഞു? ആരാണ് നിനക്ക് ഇതൊക്കെ എഴുതി തന്നത്? അവരോട്ടൊന്ന് ആലോചിച്ചിട്ട് ചോദിച്ചാൽ മതി. ഹോബീസ് ചേട്ടാ കുറച്ച് കൂളായിട്ട് ചെയ്യണേ. ഈ കൂളാവാനുള്ള കാര്യങ്ങളല്ലല്ലോ ചോദിക്കണം, ചൂടാവാനുള്ള കാര്യങ്ങൾ. ചൂടാവാൻ ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ ചേട്ടൻ്റെ അടുത്ത്. ശരി, ചോദിക്കും. ഈ മറ്റു പരിപാടികളൊക്കെ എന്തൊക്കെയാണ് ചേട്ടാ? മറ്റു പരിപാടി എന്ന് വെച്ചാൽ മറ്റു പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ മറ്റു പരിപാടികൾ, അതായത് ഹോബീസ് അല്ലേ? ഹോബീസ് ഇങ്ങനെയാണ് ചെയ്യണ. ഹോബീസ് എന്താണെന്നുള്ളത് നീ അങ്ങനെ ചോദിച്ചാൽ പോരെ. മറ്റു പരിപാടികൾ നമുക്ക് ഈ ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് പറയാൻ പോലത്തെ. അത് ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അല്ല ചേട്ടാ, ഞാൻ ചോദിച്ചത് ഹോബീസ്. ഹോബീസ് ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പുസ്തകം. ചിരി എന്ത് അർത്ഥത്തിലുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചോദ്യങ്ങൾ കേട്ട ചിരിച്ചു, അതുകൊണ്ട് ചിരിച്ചാണ്. സന്തോഷത്തോടുള്ള ചിരിയാണോ? കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. ഓക്കെ, ഹോബീസ് പറയും. പുസ്തക വായനയാണ് ഹോബീസ്.
ഒത്തിരി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഇപ്പോഴും വായിക്കും. പിന്നെ ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ ഭയങ്കര കളിക്കാരനൊന്നുമല്ല, ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതിൻ്റെ കൂടെ പങ്കെടുക്കുക, കാണുക എന്നുള്ളത്. ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമ്പം പണ്ട് പോലെ അടിയൊക്കെ ഉണ്ടാക്കും? ക്രിക്കറ്റ് കളിക്കാറുണ്ട്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ 6 അടിക്കുമോ 4 അടിക്കുമോ അല്ലെങ്കിൽ സിംഗിൾ എടുക്കുമോ എന്നൊക്കെ അല്ലേ ചോദിക്കേണ്ടത്. അല്ലാതെ അടി പണ്ട് കണ്ടത്തിലൊക്കെ കളിക്കാൻ തോറ്റ് കേട്ട് എവിടെ കിട്ടിയേ ഈ സാധനത്തിന്? അല്ല, പണ്ട് നമ്മൾ ഗ്രൗണ്ടിലൊക്കെ കളിക്കാൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ അടി കൂടുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ വെച്ചല്ലേ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആരാണ്? സച്ചിൻ. എന്താണ് കാരണം? നമുക്ക് കളി കാണാൻ നേരത്ത് നമുക്ക് ഓരോ ബോൾ എറിയുമ്പോഴും ആ നിൽക്കുന്ന ആള് അത് എങ്ങനെ അതിനെ അടിക്കും, അങ്ങനെ എങ്ങനെ അത് പ്ലേ ചെയ്യുമെന്ന് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും. ആ തോന്നൽ കൃത്യമായിട്ട് പുള്ളി ചെയ്യും. അതെന്താണ് ഇഷ്ടം കൂടി വന്നു. കാലഘട്ടം മാറി വന്നു. പിന്നെ ധോണി, കോഹ്ലി ഒക്കെ നമ്മുടെ മനസ്സിൽ എന്താണ് തോന്നുന്ന പ്ലേ, ആ പ്ലേ അവർ കളിക്കുമ്പോൾ ഇഷ്ടപ്പെടും. നമ്മുടെ നാട്ടുകാരൻ ക്രിക്കറ്റിലോട്ട് വന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു അഭിമാനമുണ്ട്. സഞ്ജു പിന്നല്ലേ, നമ്മൊരു മലയാളിയാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അടുത്താണ്. അത് തിരുവനന്തപുരത്ത് ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്ററോളം തോന്നുന്നു സഞ്ജുവിൻ്റെ വീട്. നമ്മൾ നേരത്തെ അറിയുന്ന ആളാണ്, പരിചയക്കാരല്ല, അറിയുന്ന ആളാണ്. സഞ്ജുവിൻ്റെ അച്ഛനെ അറിയാം. പുള്ളി ഫുട്ബോൾ പ്ലെയറൊക്കെ കളി കാണാനും അത് ഇതൊക്കെ മിക്കവാറും നമ്മൾ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തൊക്കെ പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അറിയാം, പരിചയക്കാരൊന്നുമല്ല. അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പരിചയക്കാരാണ് ഇവരെ അച്ഛനൊക്കെ. നന്നായിട്ട് ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ചേട്ടൻ അല്ലേ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചേട്ടൻ നടക്കാനൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സംസാരിക്കാൻ പേടിയാണ് എനിക്ക് ചേട്ടൻ്റെ അടുത്ത്. നടക്കുമ്പോഴല്ലെങ്കിൽ സംസാരിക്കാതിരിക്കണം നല്ലത്, ശ്വാസം കൂട്ടൂലേ, അല്ലെങ്കിൽ വായിക്കാത്തോണ്ട് ഈ ചേറിപ്പോ. ഒറ്റയ്ക്കാണോ നടക്കാനൊക്കെ പോകുന്നത്? ഒറ്റയ്ക്കാണ്. അവിടെ വേറെ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. നിങ്ങളൊക്കെ കാണുമെന്ന് തോന്നുന്നില്ല ഇവിടെ ഉണ്ടാ? ഞാൻ ഇടയ്ക്ക് 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ സംസാരിച്ചിട്ടില്ല. നടക്കാൻ തന്നെയാണ് പറഞ്ഞത്, അതായി നോക്കിയാ എല്ലാം നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല കേട്ടോ ഈ വായനോട്ടവും. ചേട്ടൻ എങ്ങനെയാണ് ഹെൽത്ത് മൈൻഡും കൂടെ നമുക്ക് കൂളാവുമല്ലോ, ടെൻഷനൊക്കെ മാറും. ചേട്ടൻ നോക്കാറുണ്ട്? നല്ല മൈൻഡ് കൂളായിട്ടാണ് ഇവിടെ വന്നത്. ഈ ഇന്റർവ്യൂ തുടങ്ങിയതോടെ കംപ്ലീറ്റ് പോയില്ലേ. അത്ര അരോചകമായിട്ട് തോന്നി ചേട്ടൻ? അരോചകമായിട്ട് ആണ്. ഇത് നമ്മളെ ലെറ്റ്സ് ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ്. എന്ത് സംസാരിക്കാം, കുടുംബത്തിൽ എന്ത് മറുപടിയും പറയാം. പക്ഷെ ചേട്ടൻ നീ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കണം, കുറവാണ്. എൻ്റെ പേര് ബിജു എന്നാണ്. അപ്പോൾ ബിജു ബാഹുലേ. അപ്പൊ അങ്ങനെ അപ്പൊ ചേട്ടനെ എനിക്ക് ഇങ്ങനെ നീ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും പാടില്ല. അതെ, കുടുംബത്തിൽ ആരൊക്കെയുണ്ട് ചേട്ടൻ? ഫാമിലി അച്ഛൻ, അമ്മ മരിച്ചുപോയി. അമ്മ അടുത്തടുത്താണ് മരിച്ചത്. ഒരു 3-4 മാസമായുള്ളൂ. അച്ഛൻ മരിച്ചിട്ട് കുറച്ചാളായി. പിന്നെ ഞാൻ, വൈഫ്, ഒരു മോള്, ഇതാണ് ഫാമിലി. മോള് പഠിത്തം ഡിഗ്രി കഴിഞ്ഞു. ഇവിടെ ട്രിവാൻഡ്രത്തെ. ട്രിവാൻഡ്രത്തെ. ചേട്ടൻ നല്ലൊരു വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ? പഠിത്തത്തിലാണോ അതല്ല സ്വഭാവത്തിലാണോ? പഠിത്തത്തിൽ. സ്വഭാവത്തെ കുറിച്ച് ചോദിക്കണമെന്നുണ്ട്, ചേട്ടൻ സമ്മതിക്കുന്നില്ല ചോദിക്കാൻ. സ്വഭാവത്തെ കുറിച്ച് ചോദിക്കണ്ട. പഠിത്തം ഞാൻ ഡിഗ്രി കഴിഞ്ഞു. കൂടുതലൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ചേട്ടൻ കലിപ്പനായിരുന്നു. പിന്നെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നല്ല ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരുന്നോ? അങ്ങനെയല്ലേ ചോദിക്കാൻ? അതെ, അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. അന്നേ ശാന്തമായിട്ടുള്ള സ്വഭാവമായിരുന്നു. നമ്മൾ വളരെ ശാന്തമായിട്ട് നടക്കുന്നവരാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നത്. അവരെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയും. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇയാളെയും സൂക്ഷിക്കണമല്ലോ. ഇയാള് വളരെ ശാന്തനായിട്ടല്ലേ എത്ര നേരം ഈ ഇന്റർവ്യൂ തുടങ്ങുന്നുണ്ടൊക്കെ അവിടെ ഇരിക്കുന്നത്. വളരെ ഞാൻ ചോദിക്കുകയും ചെയ്തു പാവത്തിന് അവിടെ നിട്ടിരുന്നു. പക്ഷെ ഇവിടെ വന്നിരുന്ന് വേറെ രീതിയിലല്ലേ സംസാരിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് ദേഷ്യപ്പെടുമ്പോൾ വളരെ ശാന്തമായിട്ട് സ്വഭാവമായിട്ട് നിൽക്കുന്നവര് പെട്ടെന്ന് ദേഷ്യപ്പെടും. അവർ വളരെ കലിപ്പന്മാരായിരിക്കും. അങ്ങനെ ഒരു ഗണത്തിൽപ്പെട്ടാണോ ചേട്ടൻ? അങ്ങനെ ഒരു ഉള്ളറിവ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്കണല്ലേ നല്ലത്, അല്ലേ? ചേട്ടൻ നക്ഷത്രം ചതയം. എന്ത് ചെയ്യാൻ പോകുന്നു? പൂജയെല്ലാം ചെയ്യാറുണ്ട്. അടുത്ത വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് മലയാള സിനിമയിൽ ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങാറുണ്ട്. ഇപ്പോൾ ചിത്രം ഇറങ്ങി, കിലുക്കം ഇറങ്ങി,
കിരീടം ഇറങ്ങിയ സമയത്ത് പലരും പറഞ്ഞു അത് ചേട്ടൻ്റെ കഥയാണെന്ന്. ഞാൻ കഥ എഴുതാറില്ലല്ലോ. അല്ല, ചേട്ടൻ്റെ ഒരു ജീവിത കഥയാണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഷാജി കൈലാസ് സാറിൻ്റെ കാപ്പ, അതും ഇറങ്ങിയപ്പോൾ അതും പലരും പറഞ്ഞു അത് ചേട്ടൻ്റെ കഥയാണെന്ന്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? കിരീടം എന്ന് പറയുന്നത് എൻ്റെ കഥയല്ല, എൻ്റെ ജീവിതമായിട്ട് കുറച്ച് സാമ്യമുണ്ട് അതിന്. അപ്പോൾ എന്നെ അറിയാവുന്നവർക്ക് ആ സിനിമ കണ്ടപ്പോൾ അത് എൻ്റെ കഥയായിട്ട് തോന്നിക്കാണും. അത് അങ്ങനെ ആയിരിക്കാം. കാപ്പ എന്ന് പറയുന്ന സിനിമയും എൻ്റെ പൂർണ്ണമായിട്ടുള്ള കഥയല്ല. തിരുവനന്തപുരത്തോ പത്രങ്ങളിൽ കൂടിയും അല്ലാതെയൊക്കെ കുറേ കണ്ടും കേട്ടും അറിഞ്ഞ് ഇന്ദുഗോപൻ എഴുതിയ ഒരു നോവലാണ് കാപ്പ. അത് ശംഖുമുഖി എന്നാണ് നോവലിൻ്റെ പേര്. അത് കാപ്പ എന്നുള്ള സിനിമയായിട്ട് വന്നതാണ്. കാപ്പയിൽ ചേട്ടാ അഭിനയിച്ചിട്ടുണ്ടല്ലോ? പിന്നെ കണ്ട പടം ഞാൻ എന്തായിട്ടാണ് അഭിനയിച്ചത്? ചേട്ടാ അതിൽ മന്ത്രി. ഞാൻ അതിൽ കളക്ടറായിട്ടാണ്. കളക്ടർ മന്ത്രി വ്യത്യാസമല്ലേ? ക്യാരക്ടർ പേര് മറന്നു. അപ്പോൾ ചേട്ടാ ഷാജി കൈലാസ് സാറായിട്ടൊക്കെ നല്ല ബന്ധമാണ്? ഞാൻ ഷാജി ചേട്ടനായിട്ട് നേരത്തെ അറിയാം, സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പേ അറിയാം. നമ്മൾ അടുത്തല്ലേ, മഞ്ചൂരിൽ ഉള്ളതാണല്ലേ, പുള്ളി അറിയാമുള്ളൊരു ചേട്ടനെ അറിയാം. കാപ്പ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ചേട്ടൻ എത്രമാത്രം അവിടുത്തെ ക്രൂവിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഷൂട്ടിംഗ് ക്രൂവിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന് നേരത്തെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാപ്പ ഷാജി കൈലാസ് സാറ് എടുക്കുന്ന സമയം അത് ക്രൂ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടാണ് വന്നത്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ക്രൂ എന്ന് പറഞ്ഞാൽ ഇന്ദുഗോപൻ, വേണു സാറായിരുന്നു ഡയറക്റ്റ് ആയിരുന്നത്. പിന്നെ രാജീവ് രവി, ഇവരെല്ലാവരും കൂടി സ്ക്രിപ്റ്റിൻ്റെ ഒരു സമയത്ത് ഏകദേശം ഒരു 2 മാസത്തോളം സ്ക്രിപ്റ്റ് സഹായിക്കാൻ വേണ്ടി ഞാനും ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ രംഗത്തേക്ക് കടക്കാൻ താല്പര്യമുണ്ടോ? ഓൾറെഡി ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? ഞാനിപ്പോൾ എൻസ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ആണ്. അവർ നേരത്തെ രഞ്ജിത്ത് സിനിമ എന്ന് പറയുന്ന പടം എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് അപൂർവ പുത്രന്മാർ എന്നൊരു പടം ചെയ്തു. അടുത്ത് ഒരു തമിഴ് പടം, പിന്നെ 2 തമിഴ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓർഗനൈസറും അതിൻ്റെ ഹെഡും ഞാനാണ് അത് ചെയ്യുന്നത്. പിന്നെ ഈ കമ്പനി ഇപ്പോൾ എറണാകുളത്തും ട്രിവാൻഡ്രത്തുമായിട്ട് ബൈക്ക് റെൻറ്റിന് കൊടുക്കുന്ന ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്. അത് സർക്കാരുമായിട്ട് ഉള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്കത് ആപ്പിൽ കയറിയിട്ട് നമുക്ക് ബൈക്ക് ഏത് സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ആ സ്ഥലത്ത് ബൈക്ക് അവൈലബിൾ ആയിരിക്കും. അത് നമ്മളവിടെ നിന്ന് ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കാണ് കൂടുതലും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം കോളത്ത് പോകണമെങ്കിൽ കോളത്ത് തിരിച്ചു കൊണ്ടുവരണ്ട, കോളത്ത് അവിടെ തന്നെ നമ്മളുടെ ക്യാബ് കാണും, അവിടെ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ഇത് അടുത്ത മാസം ട്രിവാൻഡ്രത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ സിനിമ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളാണ് ഞാൻ നേരത്തെ സിനിമയുണ്ട്. ഇതുകൊണ്ട് ചേട്ടൻ നല്ലൊരു പ്രോഗ്രാം ഓർഗനൈസറും കൂടിയാണ്. എനിക്കറിയാം ഈ ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്ന് ചേട്ടൻ സ്ഥിരം പ്രോഗ്രാം വയ്ക്കാറുണ്ട് ഈ ലോ കോളേജ് ജംഗ്ഷനിലും പാളയം മാർക്കറ്റിലൊക്കെ. അപ്പോൾ അതിൽ വരുന്ന ആർട്ടിസ്റ്റുകളെ ചേട്ടൻ പ്രസ് ചെയ്ത് കൊണ്ടുവരുന്നതാണോ അതോ ചേട്ടൻ വിളിക്കുമ്പോൾ തന്നെ അവർ വരുന്നതാണോ? ആറ്റുകാൽ പൊങ്കാല ഞങ്ങളൊരു 20 വർഷമായിട്ട് നടത്തുന്നതാണ്. അതിനു മുന്നേ ഞങ്ങൾ ഈ മെയ് മാസങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യാറുണ്ട്. ആ സമയം തൊട്ട് ഞാനും ഈ സീരിയൽ രംഗത്തുണ്ട്. അപ്പോൾ അതിൻ്റെ പരിചയവും ഒത്തിരി പേര് സിനിമയിലും സീരിയലിലുള്ള ഒത്തിരി പേര് നമുക്ക് സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരിങ്ങോട്ട് തന്നെ ചോദിക്കും, നിങ്ങളവിടെ പ്രോഗ്രാമിന് സമയമില്ല, ഇപ്രാവശ്യം ചിലർ ഇപ്രാവശ്യം ഞാൻ കാണില്ല കേട്ടോ, നമുക്ക് ഇന്ന അവരുണ്ട്. അങ്ങനെ പറഞ്ഞു വെച്ചേക്കും അവർ വരും. അവരൊന്നും കാശൊന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് വന്ന് നമ്മളുടെ സ്നേഹം കൊണ്ട് സഹകരിക്കുന്നവരാണ്. ഒരു പൈസ ചോദിക്കാറുമില്ല. പൈസ ചോദിച്ച് അങ്ങനെ വരുന്നൊരു പ്രോഗ്രാം അല്ല വയ്ക്കുന്നത്. അവർ നമ്മളോട് പങ്കെടുക്കാൻ വരുന്നതാണ്. പ്രോഗ്രാമിന് ഗസ്റ്റ് എന്നുള്ള എല്ലാവരും നമ്മളുടെ കൊടുക്കുന്ന ഒരു അതെ നമ്മളുടെ സന്തോഷങ്ങളിൽ അവരും കൂടി പങ്കുചേരുന്നു. പിറ്റേ ദിവസം നമ്മൾ 10-25,000 പേർക്ക് ഭക്ഷണം വിളമ്പഴും ആ സമയത്ത് അവർ കൂടെ നിന്ന് ഭക്ഷണം വിളമ്പുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, സ്ഥിരം കാണാറുള്ള ഒരു സംഭവം. ഭക്ഷണം കഴിച്ചു എന്നിട്ട് ഭക്ഷണം കഴിച്ചു. ഞാൻ പ്രോഗ്രാമിന്റെ സമയത്ത് സ്റ്റേജിൽ നാളുകൊണ്ട് എന്റെ പുറകെ വട്ടമിട്ട് നടക്കുകയാണ്. പക്ഷെ ചേട്ടനെ നേരിട്ട് കാണുമ്പോൾ മിണ്ടാൻ ഒരു പേടിയാണ് എനിക്ക്. പക്ഷെ ചേട്ടൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇപ്പം മാറി. ചേട്ടൻ ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം ചേട്ടൻ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്. പക്ഷെ ചേട്ടൻ്റെ നല്ല കാര്യങ്ങളെക്കാട്ടിലും ചേട്ടൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഭൂതകാല അനുഭവങ്ങളാണ് എല്ലാവർക്കും അറിയാവുന്നത് അല്ലേ? ആ ഒരു ഭൂതകാല അനുഭവം ചേട്ടൻ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും?
ഭൂതകാല അനുഭവങ്ങളൊക്കെ സന്തോഷകരമായിട്ടുള്ള, നമ്മളെല്ലാം പറയില്ലേ, നമ്മൾ വീണ്ടും നമ്മളുടെ ബാല്യത്തിലേക്ക് തിരിച്ചു പോയെങ്കിൽ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു കേട്ടില്ലേ. അപ്പൊ അതൊക്കെ എന്താണ്, ഭൂതകാലമല്ലേ, ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളല്ലേ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലും ഭൂതകാലത്തിലും. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടം. അല്ല വലിയ ഭയപ്പെടാനുള്ള ഒന്നും ഉണ്ടായിട്ട് എനിക്കറിയില്ല. അറിയാമോ? ഒരുപാട് കേട്ടിട്ടുണ്ട് കഥകളൊക്കെ. കേൾക്കുന്നതെല്ലാം ശരിയല്ലല്ലോ. അടുത്ത ചോദ്യം, ഏതൊരു നടനും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഡ്രീം റോള് കാണും അല്ലേ? ചേട്ടന് ഇഷ്ടപ്പെട്ട, ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു റോള് ഏതാണ്? നീ എന്തായാലും മിസ്റ്റർ ബിജു എന്തായാലും നല്ലൊരു ചോദ്യം ചോദിച്ചു. നേരത്തെയും ചോദിച്ചായിരുന്നു. നേരത്തെ ചോദിച്ചു. പക്ഷെ അതിൽ കൂടുതലും ചോദിച്ചത് ആവശ്യമില്ലാത്തല്ല, കാഷ്വൽ ടോക്ക് ആകുമ്പോൾ. ശരി, ഓക്കെ. ചേട്ടൻ വീണ്ടും പഴയതിലോട്ട് പോവാണ്, ഞാൻ മറന്നുപോയി. ചോദ്യം അതായിരുന്നു, ചേട്ടൻ ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം റോൾ ഏതൊക്കെയാണ്? ഡ്രീം റോൾ എന്ന് പറയുന്ന റോളില്ല. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ്, ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളൂടെ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. അത് ഇന്ന റോള് കിട്ടിയ അത് കൊള്ളായിരുന്നു അങ്ങനെയല്ല, നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്പേസ് കിട്ടണം, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടണം. അങ്ങനെയാണ്. ഏത് നായക നടൻ്റെ കൂടെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്? കംഫർട്ടബിൾ എല്ലാവരോടും അഭിനയിക്കുമ്പോൾ ഞാൻ ഒത്തിരി പേരോട് അപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ആരും ഡിസ്കംഫർട്ടായിട്ട് പെരുമാറിയിട്ടില്ല. അവർ കുഴപ്പമില്ല, എല്ലാവരും നമുക്ക് സപ്പോർട്ടീവാണ്. പുതിയതായിട്ട് വരുന്നവരോട് അവർ സപ്പോർട്ട് ചെയ്താണ് നമുക്ക് നിൽക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നല്ല കംഫർട്ട് തന്നെയാണ് തോന്നുന്നത്. ഏത് സംവിധായകനാണ് ചേട്ടന് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? എളുപ്പം സംവിധായകന്മാർ ഞാനിപ്പം ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മൾ പുറത്ത് ആദ്യം ചെല്ലുമ്പോൾ, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന ആ ഡേറ്റ്, ഷൂട്ടിംഗ് തുടങ്ങുന്ന ഡേറ്റിന് കുറച്ച് മുമ്പേ തന്നെ നമ്മൾ ഇവരുമായിട്ടൊക്കെ പരിചയപ്പെടും. ഏകദേശം 1 മാസത്തിന് മുമ്പ് തന്നെ ആയിരിക്കും പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം ആയിരിക്കില്ല നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ. അതിൽ പക്ക പ്രൊഫഷണലിസം എല്ലാവരും കാത്തു സൂക്ഷിക്കും. അത് ടെക്നീഷ്യന്മാർ അവരുടെ ജോലി ചെയ്യും, ആർട്ടിസ്റ്റുകൾ എന്താണ് ചെയ്യാനുള്ളത് അവരത് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ അവിടെ. അതിൽ കംഫർട്ടബിൾ എന്ന് പറയാൻ വേണ്ടി അങ്ങനെയല്ല. ഇപ്പോൾ ഏറെ വിവാദമായി കത്തി നിൽക്കുന്ന ഒരു സംഭവമാണല്ലോ എമ്പുരാൻ സിനിമ, പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത്. ആ സിനിമയെ കുറിച്ച് എന്താണ് അഭിപ്രായം? എമ്പുരാൻ സിനിമ ഞാൻ കണ്ടില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്നലെ വന്നേ ഉള്ളൂ. എമ്പുരാൻ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാം. എൻ്റെ മിസ്റ്റർ ബിജുവിൻ്റെ ഫോൺ നമ്പർ തന്നിട്ട് വേണേ അഭിപ്രായം ഞാൻ വിളിച്ച് പറയണ്ടേ. എമ്പുരാൻ്റെ അല്ല, എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് വിളിക്കാമല്ലോ. എമ്പുരാൻ്റെ ഞാൻ സിനിമ കണ്ടില്ല. അഭിപ്രായം കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, നമ്പർ തന്നിട്ട് പോകാൻ പറഞ്ഞു, വിളിച്ച് ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വിവാദം ചേട്ടനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ആളിപ്പടരും. മേജർ രവിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? പരിചയമില്ല. അദ്ദേഹം ഒരു പടത്തിൽ വിളിക്കുകയാണ് ചേട്ടനെ അഭിനയിക്കാൻ, പോവും. ഞാനും അദ്ദേഹത്തോട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ്? ഞങ്ങൾ ഒരു 15 വർഷത്തിന് മുമ്പേ സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം, ആ മൂവി, അതായത് വിനോദ് വിജയൻ എന്ന് പറയുന്നൊരു ഡയറക്ടർ, പുള്ളി ഡയറക്റ്റ് ചെയ്തതാണ്. അതിൽ ഈ കേരള കഫേ എന്ന് പറഞ്ഞൊരു 4 പടങ്ങൾക്ക് കൂടി ചേർത്ത് ഒരു സിനിമ ഒരുക്കി വന്നായിരുന്നു. അതിൽ 4 സിനിമ ചേർന്നിട്ടൊരു സിനിമ. അതുപോലെ മേജർ സാറ് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു, ഒരു 4 സിനിമ ഒരുമിച്ച് ഒരു സിനിമയായിട്ട് ഇറക്കാൻ വേണ്ടി. അതിലുള്ള ഒരു സിനിമയാണ് ഈ SSA എന്ന് പറഞ്ഞത്. അതിൽ ഞാൻ ഇപ്പോൾ ഈ സുരഭി, മേജർ സാറ്, ഞങ്ങൾ പിന്നെ അനന്യയുടെ ഹസ്ബൻഡ് പിന്നെ ആഞ്ജനേയൻ, പുള്ളിയായിരുന്നല്ലോ നായകൻ. ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത് ഒരു സിനിമ ചെയ്തായിരുന്നു. പക്ഷെ അത് റിലീസായില്ലെന്ന് തോന്നുന്നു. അത് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്. ഇനി ഒരു സംവിധായകൻ, നല്ലൊരു പേര് കേട്ട സംവിധായകൻ താങ്കളെ വീണ്ടും കാസ്റ്റ് ചെയ്യണം. ഗുണ്ടുകാട് സാബു എന്നുള്ള പേരിൽ കഥാപാത്രത്തിൽ താങ്കളെ വിളിക്കുകയാണ്, അഭിനയിക്കും. സ്ക്രിപ്റ്റ് വായിച്ച് നോക്കും, നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ചെയ്യും. പാവപ്പെട്ട ഒരു കഥാപാത്രം. എൻ്റെ ജോലി അല്ലെങ്കിൽ എൻ്റെ കർമ്മം എന്ന് പറയുന്നത് അഭിനയം ആണിപ്പോൾ. അപ്പം ഞാൻ അതിൽ വായിച്ച് നോക്കിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അതാരുടെ പേരിലായാലും എനിക്ക് പ്രശ്നമില്ല. ഈ പറയുന്ന പുള്ളിയുടെ പേരിൽ ഒരു സിനിമ വന്നാലും ഞാൻ അഭിനയിച്ച് എന്താണ് കുഴപ്പം? ഇപ്പം പറഞ്ഞ ആളുടെ പേരിൽ. സിനിമയിൽ ചേട്ടൻ്റെ പേര് ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? എങ്ങനെ? ഫണ്ട് റേസ് ചെയ്യുന്ന രീതിയിലോ എന്തെങ്കിലും ആർട്ടിസ്റ്റുകളെ വിളിക്കുന്ന രീതിയിലൊക്കെ? എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. എല്ലാവരും ഫണ്ട് റേസ് ചെയ്യണം, എൻ്റെ പേര് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായില്ല? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് എന്നെ പറ്റി ചോദിക്കുന്നത്?
എല്ലാവരും ഫണ്ട് റൈസ് ചെയ്യുന്നത് എൻ്റെ പേര് പറഞ്ഞാണ്, എന്നാലേ കിട്ടുള്ളൂ. ചേട്ടന് ഇനിയും കിട്ടാറുണ്ടല്ലോ പ്രൊഡ്യൂസർമാരുടെ പൈസ, അത് വാങ്ങാൻ തരാന്ന് പറഞ്ഞല്ലോ ബിജു. ഞാൻ വാങ്ങിച്ചു. ചേട്ടൻ വിദേശത്തൊക്കെ ഷൂട്ടിന് പോകാറുണ്ടോ? അവിടെ പോകുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ? വിദേശത്ത് ഷൂട്ടിൻ്റെ ആവശ്യങ്ങൾ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ ഒരു പാസ്പോർട്ട് എടുക്കണമല്ലോ ആദ്യം, അതിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത്ര നാളും എനിക്ക് അത് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തപ്പോൾ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങൾ പറഞ്ഞു. പഴയ പ്രശ്നങ്ങൾ തന്നെ, കമ്പ്യൂട്ടറിൽ അതിൻ്റെ നമ്പർ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ കോർട്ട് ഓർഡർ വാങ്ങി അത് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പോലീസുകാരെ സഹായിച്ചാൽ, അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കേസുകളൊന്നുമില്ല, അതിനുവേണ്ടി കോർട്ട് ഓർഡർ കൂടി വാങ്ങിക്കൊടുത്തു. ഇനി അതിനെ കുറച്ച് ദിവസം താമസിപ്പിക്കാൻ പറ്റും. പോലീസ് ചിലപ്പോൾ വീണ്ടും എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉടനെ കിട്ടും. ഏത് രാജ്യത്ത് പോകാനാണ് താല്പര്യം? എനിക്ക് ഒരു രാജ്യത്ത് ജോലിക്ക് പോകാനല്ല, ഞങ്ങൾ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് അത് ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമുക്ക് എവിടെയാണ് നമുക്ക് പോകേണ്ടത്, അപ്പോൾ അതിൻ്റെ പുറകെ പോവുകയാണ്. അല്ലാതെ നമ്മളിത് വാങ്ങിച്ച് ടൂറിന് പോകാനല്ല, അത് വരട്ടെ. അപ്പോൾ കൂടുതൽ നമുക്ക് സൗകര്യം സമയം വരുമ്പം ടൂറിനൊക്കെ പോകുന്നു. അപ്പം സ്വിറ്റ്സർലൻഡിൽ പോകണമെന്ന് തോന്നുന്നു. സ്വിറ്റ്സർലാൻഡ് ഞാൻ വിളിക്കാം. എന്നെയോ? എന്ത് അവിടെ പോയിട്ട് അവിടെ നമുക്ക് ഇറങ്ങി കിടക്കാം. ഓക്കെ, അടിപൊളി സ്ഥലം എന്നല്ലേ പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ ഒരുപാട് അഭിനയിക്കുന്നുണ്ട്, അഭിനയിച്ച ചാൻസിന് അന്വേഷിച്ച് രണ്ടിലും ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡയറക്ടർമാരും കാണുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നത് നിനക്ക് സാറ്റലൈറ്റ് വാല്യൂ ഇല്ല, ചാൻസ് ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ചെറിയൊരു വേഷത്തിൽ പോലും നമ്മളെ പരിഗണിക്കുന്നില്ല പലരും. ചേട്ടന് സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടോ? സാറ്റലൈറ്റ് വാല്യൂ ഉള്ളവരുടെ പടങ്ങളിലാണല്ലോ ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ അഭിനയിച്ച് ഭാവിയിൽ നമുക്കും അതിനുള്ള വാല്യൂ വരും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. വാല്യൂ വരും, എല്ലാം മാറും. ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളും മാറും. നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ? എന്താണ് സാറ്റലൈറ്റ് വാല്യൂവിന്? സാറ്റലൈറ്റ് വാല്യൂ ഇപ്പോൾ ഇനി വരും എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ അങ്ങനെ നെഗറ്റീവ് ആണ്. ഇനി വരും, ഇപ്പം ഇല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇപ്പോഴേ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ആൾക്കാരുടെ കൂടെ അഭിനയിക്കില്ലേ, അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെയുള്ള സിനിമകളിലാണ് ഞാൻ കൂടുതൽ അഭിനയിക്കുന്നത്. ഇതുവരെ ആരുടെ കൂടെ അഭിനയിച്ചപ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുമോദനം കിട്ടിയത്? വീട്ടുകാരൊക്കെ അഭിപ്രായം, കൂട്ടുകാരൊക്കെ പറഞ്ഞു? പരിവാർ സിനിമ. പരിവാറിൽ ഞാനൊരു മുഴുവൻ നീള ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ നല്ലതായിട്ട് ചെയ്തു എന്നുള്ള അനുമോദനം കിട്ടി. വേറെ എന്തൊക്കെയുണ്ട്? വേറെന്ത് അല്ല, ഇനി വേറെ വിശേഷങ്ങൾ വേറൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പോവല്ലോ. ഇനി വെറുതെ വേറെന്ത് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിച്ചു. ഇനി കുറച്ച് നർമ്മപരമായിട്ട് എന്തെങ്കിലും ചേട്ടാ തമാശ? ഇനിയിപ്പോ ഇത് മതിയാക്കുക, നമുക്ക് സംസാരിക്കാം. വൈൻഡപ്പ്. ഓക്കെ. അപ്പോൾ ചേട്ടാ ഊരല്ലേ, ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ ഒരു എൻഡ് വേണമല്ലോ, അത് വൈൻഡപ്പ്, അത് പറയണം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും മലയാള സിനിമാ രംഗത്ത് ഒരുപാട് മികച്ച വേഷങ്ങൾ താങ്കൾക്ക് അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലെറ്റ്സ് ടോക്ക്. ബൈ. നാക്ക് പൊന്നായിരിക്കട്ടെ. ഓക്കെ. ഇവിടെ നിനക്ക് എന്തൊക്കെ ചോദിക്കണമെന്ന് പറയല്ലേ? വാ. അല്ല, കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? അല്ല, എന്തൊക്കെ കാര്യങ്ങൾ നിനക്ക് അനാവശ്യമായിട്ട് എന്തൊക്കെയോ നിനക്ക് അല്ല, ഷൂട്ട് കഴിഞ്ഞു. അതുകൊണ്ടല്ലേ പറയാൻ വിചാരിച്ചത്. ക്യാമറ എല്ലാം കഴിഞ്ഞല്ലോ. വാ 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 വാ. നിനക്ക് എന്താണെന്ന് അറിയണം? വാ. ഇല്ല, ഒന്നുമില്ല, കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. ഞാൻ എവിടെ നിർത്തിയത്?